നമസ്കാരം. സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കാനായിട്ട് പ്രവാസ ജീവിതത്തിലേക്ക് വന്നിട്ട് പല ബന്ധങ്ങളിൽ അകപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം TV ചാനലൊക്കെ തുറന്നാലും അല്ല സോഷ്യൽ മീഡിയ നോക്കിയാലും നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ന്യൂസുകൾ വരുന്നുണ്ട്. ഞാൻ ആ വിഷയത്തിലോടൊന്നും കടക്കുന്നില്ല. കേസിനെ പറ്റിയൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. ഈ 2016-17 കാലഘട്ടത്തിൽ ഈ നിമിഷപ്രിയയുടെ കേസ് നടന്നതിന് ശേഷവും ഒരുപാട് പ്രവാസികൾ പല രീതിയിൽ ഇത്തരം സമാനമായ സംഭവത്തിൽ പെട്ടുപോകുന്നുണ്ട്. പ്രധാനമായിട്ടുള്ള കാരണം ഗൾഫിലേക്ക് ഒരു ജോലിക്കായിട്ട് തനിയെ വരുന്ന, ഫാമിലിയായിട്ടല്ല തനിച്ച് വരുന്ന ഒരാൾ ജോലി തുടങ്ങി എങ്ങനെയും അയാൾ കുറേ കാശുണ്ടാക്കാൻ ചിന്തിക്കും. അതാണായാലും പെണ്ണായാലും. അത് കാശ് കുറച്ച് കഴിയുമ്പം എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്ന് കരുതിയിട്ട് മറ്റ് പല സൈഡ് ബിസിനസ് കൂടെ ആഗ്രഹിക്കുന്നവരുണ്ട്. ഇപ്പം ഇലക്ട്രിക്കൽ ജോലിയും പ്ലംബിംഗ് ജോലിയൊക്കെ അറിയുന്ന പല ആൾക്കാർ, അല്ല ടൈൽസിൻ്റെ പണിയൊക്കെ അറിയുന്നവർ പുറത്ത് പോയി പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യുന്ന പോലെയല്ല മറ്റ് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. അതായത് സ്വർണ്ണ ഇടപാടുകൾ, പൈസ ഇടപാടുകൾ, ചില കടകൾ, കൂട്ടുകച്ചവടം, പല രീതിയിലേക്ക് പോകുമ്പോൾ ഇത് പല ആൾക്കാരുമായിട്ടുള്ളൊരു ഇടപെടലാണ്. നല്ല രീതിയിൽ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേങ്കിൽ പല ആൾക്കാരും പോയി പെട്ടുപോകുന്നത് ഒരു പുതിയൊരു ഗ്യാങ്ങിലേക്ക് മെമ്പറാകുകയും അല്ല അവരുമായിട്ടുള്ള എന്താ പറയുക പാർട്ടി പരിപാടി കാര്യങ്ങളൊക്കെ പോവുകയും ഇത് ഒരു നല്ല റിലേഷനിലേക്ക് വരത്തില്ല. നാട്ടിൽ ഒരു കുടുംബം ഉണ്ടെന്നോ അല്ല ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ടെന്നോ ഒന്നും ചിന്തയില്ലാതെ ഇതിൽ പോയി പെട്ടുപോകുന്ന ചില റിലേഷൻഷിപ്പിൽ പോയി ബന്ധപ്പെടുകയും ചിലപ്പോൾ അവരൊരുമിച്ച് പിന്നെ അങ്ങ് താമസമാകും. പിന്നെ അവരൊരുമിച്ച് കേസാവും. ആദ്യം കുറേ നാളൊക്കെ കുഴപ്പമില്ലാതെ പോകും. പിന്നീട് വഴക്കാവും, ബഹളമാവും, കത്തിക്കുത്തിലാവും, അടിയിടിയിലേക്കൊക്കെ കലാശിക്കുന്ന ഒരുപാട് കേസുകളുണ്ട്. ഈ കഴിഞ്ഞിടയ്ക്ക് തന്നെ ഒരു ഗൾഫിൽ ഒരു ഫിലിപ്പൈനി സ്ത്രീ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കത്തിക്കരിഞ്ഞെന്നാണ് ഓർക്കുന്നത്, അല്ലെങ്കിൽ മരിച്ചു കിടക്കുകയാണ്. അങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്തത്. ഇവർ പൈസ കടം കൊടുക്കുന്നൊരു സ്ത്രീയായിരുന്നു. പോലീസ് അന്വേഷിച്ച് വന്നപ്പോഴേ 2 മലയാളി ചെറുപ്പക്കാരെയാണ് പിടിച്ചത്. അവർ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കേസൊക്കെ അവർക്ക് എഗനസ്റ്റായിട്ടായിരുന്നു. പിന്നീട് വലിയ ന്യൂസൊന്നും വന്നില്ല അവർക്ക് എന്ത് പറ്റിയെന്നുള്ളത്. കാരണം ആർക്കും അറിയാൻ വലിയ താല്പര്യമൊന്നുമില്ലല്ലോ. ആദ്യത്തെ ആ ഒരു മൂച്ചേ പല ന്യൂസിലും ഉള്ളൂ. പിന്നീട് വേറെ ന്യൂസ് അവർക്ക് കിട്ടും, അവരങ്ങ് പോകും. ഈ ഗൾഫിലോട്ടൊക്കെ വരുന്ന ആൾക്കാരുടെ ഒരു കുഴപ്പം, നമ്മൾ ആദ്യം നാട്ടിൽ നമുക്കൊരു ഫാമിലി ഉണ്ടെന്നോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടെന്നോ അല്ലെങ്കിൽ നമ്മൾ അപ്പനും അമ്മയും ഉണ്ടെന്ന് ചിന്തിക്കണം. പൈസ ഉണ്ടാക്കണ്ടെന്നല്ല. പക്ഷേ പൈസ ഉണ്ടാക്കാനായിട്ട് നമ്മൾ പോയി പരിചയപ്പെടുന്ന ആൾക്കാർ, പൈസ ഉണ്ടാക്കുന്ന രീതി, ഈ പൈസ വന്നു കഴിയുമ്പം അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ള കാര്യങ്ങൾ, ഇത് തമ്മിൽ വരുമ്പോൾ വേറൊരു രീതിയിലേക്ക് റിലേഷൻഷിപ്പ് പോയി കഴിയുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ചിലപ്പം പറയും പാസ്പോർട്ട് അവരെടുത്തു. നമ്മുടെ കയ്യിലിരിക്കുന്ന പാസ്പോർട്ട് വേറെ ആൾ അപഹരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സിമ്പിളായ കാര്യമല്ല. ഒന്നുകിൽ നമ്മൾ കൊടുക്കണം, അല്ലെങ്കിൽ അവർ നമ്മുടെ കയ്യിൽ നിന്ന് കടന്നു പിടിച്ചുകൊണ്ട് പോകണം.